കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർഗീയത എവിടെയെങ്കിലും തലപൊക്കാൻ പോലീസ് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും ആ നടപടിയിൽ വർഗീയ ശക്തികൾക്കല്ലാതെ മറ്റാർക്കും വിമർശനമുണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൊടുപുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് കാലത്തെ പോലീസ് സേനയിൽ നിന്ന് മാനുഷിക മുഖമുള്ള ഇന്നത്തെ കേരള പോലീസിലേക്കുള്ള മാറ്റത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയ നയപരമായ ഇടപെടലുകൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പോലീസ് സേനയിൽ കൊണ്ടുവന്ന സമഗ്രമായ മാറ്റങ്ങൾ അദ്ദേഹം ഓർത്തെടുത്തു. നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള ഒരു പോലീസ് സേനയാണ് പൊതുവെ രാജ്യത്തുണ്ടായിരുന്നത്. കേരളത്തിലാണ് നമ്മുടെ രാജ്യത്ത് മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയത് EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായിരുന്നു. രാജ്യത്താകെയുള്ള പൊതു നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പോലീസിൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താനുള്ള ശ്രമം ആരംഭിച്ചു. വർഗീയത തലപൊക്കിയാൽ പോലീസ് എടുക്കുന്ന നടപടികളിൽ വർഗീയ ശക്തികൾക്കല്ലാതെ വിമർശനം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് വർഗീയ സംഘർഷം ഒഴിവാക്കി നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണത്? നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമെന്ന പ്രത്യേകതയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് കേരളത്തിലെ പോലീസ് സേന നിർവഹിച്ച പങ്ക്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങൾ തലപൊക്കുമ്പോൾ അതിനകത്ത് മുഖം നോക്കാതെയുള്ള നടപടി, കർക്കശ നടപടി പോലീസ് സ്വീകരിക്കാറുണ്ട്. കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്ന കേരള പോലീസ് ശിശു സൗഹൃദവും സ്ത്രീ സൗഹൃദവുമായി മാറി. സേനയുടെ പൊതുസ്വഭാവത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. മന്ത്രിമാരായ P. പ്രസാദ്, റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരും കൺവെൻഷനിൽ സംസാരിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.